ആഗ്രഹം സഫലമായില്ലെങ്കിൽ കോപം വർദ്ധിക്കുന്നു. ആഗ്രഹം സഫലമാകുമ്പോൾ അത്യാഗ്രഹം വർദ്ധിക്കുന്നു. അതിനാൽ എല്ലാ സാഹചര്യങ്ങളിലും ക്ഷമ അത്യാവശ്യമാണ്. ആഗ്രഹിക്കുന്ന പോലെ നടക്കില്ല എന്ന് അറിയുമ്പോഴാണ് പലരും നടക്കാൻ പഠിക്കുന്നത്. ഒറ്റയായ മനുഷ്യനും ഉറവയില്ലാത്ത കിണറും ഒരുപോലെയാണ്. രണ്ടും കാലക്രമേണ ഉപേക്ഷിക്കപ്പെടും. ഓരോ സംഘടനകളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ വിധിയെ തീരുമാനിക്കുന്നത്. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക. അതാണ് വിജയത്തിന്റെ രഹസ്യം. നഷ്ടപ്പെട്ടതിനെ മറവിക്ക് വിട്ടുകൊടുക്കണം. നേടിയെടുത്തതിനെ നെഞ്ചോട് ചേർക്കാനും പഠിക്കണം. നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നതിലൂടെയാകട്ടെ. ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിനൊരു വിലയും ഉണ്ടാവില്ല. സങ്കടപ്പെടുന്നവരുടെ മുന്നിൽ നിന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും സഹതപിക്കരുത്. പല പ്രശ്നങ്ങളെയും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ്. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം മികച്ചതാകാൻ അത് സഹായിക്കും. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. നിങ്ങളുടെ വെല്ലുവിളികൾക്ക് പരിധി വെക്കരുത്, മറിച്ച് പരിധികളെ വെല്ലുവിളിക്കുക. ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളുപ്പവഴി അത് പരിഹരിക്കുക എന്നതാണ്. നിങ്ങൾക്കായി ജീവിക്കുക, നിങ്ങൾക്കായി പ്രവർത്തിക്കുക, എന്നാൽ ലോകത്തിനായി പ്രാർത്ഥിക്കുക. നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെയല്ല ഭയപ്പെടേണ്ടത്, നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന സുഹൃത്തിനെയാണ്. ജാഗ്രതയോടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക. ഒരാളോട് നിങ്ങൾക്കുള്ള സ്നേഹം എത്രത്തോളം നിങ്ങൾ മറച്ചു വയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് അടുക്കുന്നു. ഉപകാരം സ്വയം ചെയ്യുക. എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിന്നു കൊടുക്കുന്നത് നിർത്തുക. സ്നേഹിക്കില്ലെന്ന് നടിക്കുന്നത് പൊതുവെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ശീലമാണ്. അതൊരു വൈകാരിക പ്രതിരോധ രീതിയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. ഒരിക്കൽ നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയതായി തോന്നിയാൽ അവരെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹനാണെന്നും വിശ്വസിക്കുന്നത് നിങ്ങളെ കൂടുതൽ നിരാശയിലേക്ക് നയിക്കും. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആ വ്യക്തിയെയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കണ്ണാടിയിൽ നോക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിസ്സാരമായി കാണിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കുക. ഒരു വാക്കാണ് മിത്രത്തിൽ നിന്നും ശത്രുവിലേക്കും ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുമുള്ള ദൂരം. ഒരിക്കലും പശ്ചാത്താപിക്കാതിരിക്കുക, ഒരിക്കലും തിരിഞ്ഞു നോക്കാതിരിക്കുക. ഇതിന് രണ്ടിനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. ആശങ്ക ഒരിക്കലും നാളത്തെ ദുഃഖത്തെ കവർന്നെടുക്കുകയില്ല. അത് ഇന്നത്തെ ശക്തി ക്ഷയിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജനിച്ചാലും മരിച്ചാലും എല്ലാവരും അറിയും. എന്നാൽ അറിയാതെ പോകുന്നത് ജീവിച്ചിരിക്കുമ്പോഴാണ്. നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ഉയർച്ചയുടെ ഓരോ പടവുകൾ കയറും തോറും നിങ്ങൾ സംസാരിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. പഠിക്കുക. 100 വാക്കിൽ ഉത്തരമെഴുതുവാനല്ല, മറിച്ച് ഒരു ചോദ്യമെങ്കിലും തിരിച്ചു ചോദിക്കാൻ. സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ സ്ത്രീകൾ അത് ക്ഷമിച്ചേക്കാം. എന്നാൽ ബഹുമാനം കിട്ടിയില്ലെങ്കിൽ അവർ അത് സഹിക്കുകയില്ല.
നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധാലുവാണെങ്കിൽ അവ യാഥാർത്ഥ്യമാകും. തടസ്സങ്ങൾക്കു മുന്നിൽ തളരരുത്. അസാധാരണമായ എന്തോ പവിത്രത ഉപ്പിലുണ്ട്. അത് നമ്മുടെ കണ്ണീരിലും കടലിലും കലർത്തിയിരിക്കുന്നു. ചില സമയത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കുന്നത്. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിന് ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകാം. പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. ആരെങ്കിലും നിങ്ങളെ ചതിക്കുകയാണെങ്കിൽ ഓർക്കുക, അത് അവരുടെ സ്വഭാവത്തിന്റെ പ്രതിഫലനം മാത്രമാണ്, നിങ്ങളുടേതല്ല. ദുഃഖങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനാകും. നേടാൻ ഒരുപാടുള്ളപ്പോൾ നഷ്ടങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കരുത്. ഇനി എന്ത് എന്ന ചോദ്യത്തെക്കാൾ ഇനിയും സാധിക്കുമെന്ന പ്രതീക്ഷയിലേക്ക് മനസ്സ് വളരട്ടെ. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. അതാണ് ജീവിതം. മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി ഒരിക്കലും മരക്കൊമ്പ് പൊട്ടി വീഴുന്നതിനെ ഭയക്കുന്നില്ല. കാരണം പക്ഷി മരക്കൊമ്പിനെയല്ല, തന്റെ ചിറകിനെയാണ് വിശ്വസിക്കുന്നത്. എപ്പോഴും ആത്മവിശ്വാസം ഉള്ളവരാകുക. പണവും വിജയവും ആളുകളെ മാറ്റില്ല. അവ ഇതിനകം ഉള്ളത് വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്നലകൾ ഓർമ്മകളായി, നാളെകൾ പ്രതീക്ഷകളുമാണ്. ജീവിതമെന്നത് ഇന്നാണ്. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് സ്ഥിരമല്ലാത്ത അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയോ പരാജയത്തിൽ അഗാധമായി ദുഃഖിക്കുകയോ ചെയ്യരുത്. എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട്. എല്ലാ ജീവിതങ്ങൾക്കും സങ്കടങ്ങളുണ്ട്. ഉള്ളതെന്താണോ അത് സന്തോഷത്തോടെ അംഗീകരിക്കുക. മനം മടക്കുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടത് ജീവനെടുക്കാൻ ആവരുത്, ജീവിച്ചു കാണിക്കാൻ ആവണം. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല. പരിശ്രമം തുടരാനുള്ള ധൈര്യമാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രതിഫലനമാണ്. നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകണമെങ്കിൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുക. മഹത്തായ ജോലി ചെയ്യാനുള്ള ഒരേയൊരു മാർഗം നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ്. നിങ്ങൾ ഇതുവരെ അത് കണ്ടെത്തിയില്ലെങ്കിൽ തിരയുന്നത് തുടരുക. സന്തോഷം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. സ്നേഹിക്കുന്ന സ്ത്രീയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഇതുവഴി നിങ്ങളെ അവർ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും മായ്ക്കുകയില്ല.